കട്ടപ്പന GST ഓഫീസിന് മാലിന്യ സംസ്കരണ ബിന്നുകൾ നൽകി നഗരസഭ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയൂർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും. കട്ടപ്പന പള്ളിക്കവലയിലുള്ള GST ഓഫീസിനോട് ചേർന്ന് 22 കോട്ടേജുകളിൽ നിരവധി ജീവനക്കാരടങ്ങിയ കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഹരിതകർമ്മസേന എല്ലാ മാസവും പ്ലാസ്റ്റിക് ശേഖരിക്കുന്നുണ്ടെങ്കിലും ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ മാർഗമില്ലായിരുന്നു. വിവരം നഗരസഭയിൽ അറിയിച്ചതോടെയാണ് ഇവർക്ക് 500 കിലോ ഉൾക്കൊള്ളുന്ന 2 ബിന്നുകൾ നൽകിയത്. ബിന്നുകൾ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി കൈമാറി. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ നിന്നെത്തിയ ആരോഗ്യ വിഭാഗം ജീവനക്കാർ, മറ്റ് എൻ്റെ സഹോദരന്മാരെ നമ്മൾ ഇന്നിവിടെ കൊടുത്തത് 22 വീട്ടുകാർക്ക് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള ജിയോ ബിന്നാണ് ഇന്ന് ഇവിടെ നമ്മൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നാരങ്ങാത്തൊലിയ, സവോളത്തൊലിയ, ഇതൊന്നും മുട്ടത്തോട് ഇതൊന്നും ഇടാൻ പാടില്ല. നിങ്ങളുടെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നത് നിങ്ങൾ നമ്മുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കാനും വേസ്റ്റ് മാറാനും വേണ്ടിയിട്ടാണ്. നമ്മുടെ പരിസരം എപ്പോഴും വൃത്തിയായിട്ടിരിക്കണം എന്നുള്ള ഒരു ലക്ഷ്യബോധത്തോടെ കട്ടപ്പന നഗരസഭ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. അപ്പം നിങ്ങളാണ് ഇത് ഭംഗിയായിട്ട് കൊണ്ടുപോകേണ്ടതെന്ന് മാത്രം അറിയിക്കുന്നു. ഇതോടെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുമെന്ന് നഗരസഭ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രശാന്ത് പറഞ്ഞു. നമ്മുടെ ഈ GSTയുടെ കോട്ടേഴ്സിലേക്ക് 22 കോട്ടേഴ്സ് ഉണ്ട്. ഇവിടുത്തെ ജൈവ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി നഗരസഭയായി നൽകിയിരിക്കുന്ന 2 ബിന്നുകളാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം കരിയില അല്ലെങ്കിൽ ചകിരിച്ചോറ് ഇടുക, പിന്നെ ജൈവ മാലിന്യങ്ങൾ നിറയ്ക്കുക, അതുപോലെ തന്നെ ഇനോക്കുലം തളിക്കുക. സ്ഥിരമായിട്ട് ഇതേ രീതിയിൽ ഈ ബിന്ന് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ മാലിന്യത്തിൻ്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നതാണ്. പിന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിതകർമ്മസേന സ്ഥിരമായി വന്നെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ബിന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് മൂടി വെക്കാം. അതിനുശേഷം അടുത്ത ബിന്ന് ഉപയോഗിക്കാം. ആ ബിന്ന് നിറയുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ളത് മൊത്തം വളമായി മാറും. കൃഷിത്തോട്ടോ അല്ലെങ്കിൽ പച്ചക്കറിത്തോട്ടോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാനായിട്ട് അത് സഹായിക്കുന്നതാണ്. വർഷങ്ങളായി തങ്ങൾ നേരിട്ട മാലിന്യ പ്രശ്നത്തിന് പരിഹാരമായതിന്റെ സന്തോഷത്തിലാണ് GST ഓഫീസിലെ ജീവനക്കാർ. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എടാ ജോൺസാ, ഇതിന്റെ ഏലക്കാടൊക്കെ എങ്ങനെ? എന്റെ അപ്പായി ചേട്ടാ, എന്തോ ഏലക്കാട്? നമ്മുടെ കഷ്ടപ്പാടിനൊത്ത് വിളവൊന്നുമില്ലെന്നേ. വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു. എവിടെ വിളവ് വേണേ നല്ല വളം വേണം ജോൺസാ, പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം. അതെ അതെ, ഇപ്പോൾ ഉള്ളവർ കെമിക്കലെല്ലാം അടിച്ച് കയറ്റുമല്ലേ. പക്ഷേ അത് ശാശ്വതമല്ല ജോൺസാ. അല്ല, നീ സാനു മാഷിനോട് ചോദിക്കുക. ഞാൻ ഉപയോഗിക്കുന്നത് ധന്വന്തരി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർ ഗ്രീൻ്റെ ജൈവവളമാണ്. മണ്ണിനെ നോവിക്കാതെ വളം ചെയ്താ മണ്ണ് നമുക്ക് മനസ്സ് നിറയെ വിളവ് തരും. ആയുർ ഗ്രീൻ ഒന്ന് ഉപയോഗിച്ചു നോക്ക്, ഇതെന്റെ ഉറപ്പാ. അല്ല മാഷേ, ഇത് എവിടെ കിട്ടും? ഹൈറേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും. ആയൂർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും.